നമ്മുടെ കൂടെ ഉള്ളത് വേദനിക്കുന്ന ഒരു കോഡിഷനാണ്. ആളുടെ മെയിൻ കോട്ടി എന്ന് വെച്ചാൽ ആളൊരു സിഗ്മാണ്. ഒരു പെമ്പിളയുടെ മുഖത്തോടെ നോക്കില്ല. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാലും ഞാൻ ചോദിക്കാം, സാർ എത്ര കാറുണ്ട്? സാറേ ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് നിറയെ കാറുണ്ട്. എനിക്ക് 21 പേരിലുള്ള കാരണം, സോറി പേരിൽ 20 പേരിലുള്ള കാരണം ഞാൻ 20 കാർ എണ്ണിട്ടുള്ളൂ. ഈ എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. കൂടുതൽ കാറുണ്ട്. ഇപ്പൊ എന്റെ ഒരു 3 ഫേവറേറ്റ് കാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാർക്ക് ഒരു പെറ്റിണെന്ന് കേട്ടു, അതോടെ? ഞാൻ സിഗ്മയല്ലേ, ഞാൻ പിന്നെ ഇങ്ങനെ പെറും. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അയ്യോ സാർ, അതല്ല, പെറ്റി പട്ടി പൂച്ച അങ്ങനത്തെ. ഓ, അങ്ങനെ മനസ്സിലാവണ പറയാ മതി. ഡേ കിടക്കണോ എന്റെ പെറ്റ്. ഇവന് ഒരു സ്പെഷ്യൽ ബ്രീഡാണ്. ഇവനെ നമ്മൾ 4.5 കോടി കൊടുത്ത് വാങ്ങിയത്. 300 കിലോ ഉണ്ട്. ഇവൻ കാണുമ്പോ ഇത്രേ ഉള്ളൂ, പക്ഷെ 300 കിലോ ഉണ്ട്. ശരിക്കും ഞാൻ ചോദിക്കണം, സാർ സിഗ്മയാണോ? എങ്ങനെ സാർ ഈ പെമ്പിളയുടെ മുഖത്തൊക്കെ നോക്കാതിരിക്കുകയാണ്? സത്യം പറയാലോ, ഇതാണ് സുഖം. സിംഗിൾ ലൈഫ്, സിഗ്മ ലൈഫ്. ഒന്നും നോക്കണ്ട, അടിച്ച് പൊളിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നടക്കാം നമുക്ക്. അങ്ങനെ പഠിച്ച കള്ളൻ നമ്മളെ വീട്ടിന് ഹറാം പറഞ്ഞവൻ ആര്? ഓന്റെ ചെറ്റക്കുടിലെ താമസും പ്രോട്ടോകോളിനോടുള്ള പൊച്ചും ഒക്കെ പീസാ, വെറും പീസ്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളി. സാർ, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ. യുവാക്കൾക്ക് വേണ്ടിയില്ലേ, ഞാനിത് പറയാൻ വേണ്ടിയിരിക്കുന്നു. എടാ, അറബിയുടെ ചന്തയായിട്ടായാലും പൈസ ഉണ്ടാക്കാടാ. ഒരു അറബിയുടെ ചന്തയായിരിക്കും 50,000 കിട്ടണമെങ്കിൽ അത് കഴുകി പൈസ ഉണ്ടാക്കണം. ഇക്കാലത്ത് പൈസ വലുത്. സത്യമല്ലാത്തതൊന്നും നിലനിൽക്കില്ല. എന്തായാലും നുണയ്ക്ക് ഒരു കുമിളിയുടെ ആയുസേ ഉള്ളൂ കുഞ്ഞേ.